അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ത്യൻ കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും ചർച്ചാ വിഷയമായ കോടതി പോലും ഇടപെട്ട ഒരു പ്രധാന വിഷയമാണ് യുവാക്കളുടെ രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ രാഷ്ട്ര നിയമങ്ങളുടെ നിർമ്മാണവും അഖണ്ഡതയിലുള്ള വിശ്വാസവും കാത്തുസൂക്ഷിക്കുന്നതോടൊപ്പം സാമൂഹിക, സാമുദായിക, സാംസ്കാരിക, സാമ്പത്തിക മണ്ഡലങ്ങളിലുള്ള ഇടപെടലിനാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കാനുള്ള ഭക്ഷണം, വെള്ളം, വസ്ത്രം, മൗലിക പൗര അവകാശങ്ങൾ എന്നിവയൊക്കെ നേടിയെടുക്കുന്നതിന് രാഷ്ട്രീയം എന്ന് പറയും. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആയുർദൈർഘ്യമനുസരിച്ച് 14 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള പ്രായമാണ് യൗവന കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ മേഖല എന്ന് പറയുന്നത് യുവാക്കളാണ്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പുതിയ ചിന്തകൾ, ടെക്നോളജികൾ ഉപയോഗിക്കാനുള്ള സാധ്യതകൾ, അതുപോലെ തന്നെ പ്രശ്നപരിഹാരത്തിനുള്ള കാഴ്ചപ്പാടുകൾ എന്നിവ രൂപപ്പെടുന്നതിൽ യുവാക്കൾ ഏറ്റവും മുൻപിലാണ് എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ചിന്താവിഷ്ടമായ ഒരു കാര്യത്തിൽ ഇടപെടുന്ന സമയത്ത് മുകളിലുള്ള വയസ്സൻ ചിന്താഗതിക്കാർ അവരെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിലുള്ള ഏറ്റവും പ്രധാന ന്യൂനത എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാനപരമായ ഇടപെടലിൽ ഒരു യുവാവ് ഇടപെടുന്നത് എന്ന് പറയുന്നത് വിദ്യാർത്ഥി കാലഘട്ടം മുതൽ തന്നെ ഒരു പാർട്ടിയിൽ അല്ലെങ്കിൽ ഒരു സംഘടനയിൽ അവൻ പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. വിദ്യാർത്ഥി കാലഘട്ടം അല്ലെങ്കിൽ ബാലഗണത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾ മുതൽ സംഘടനാ തലത്തിലേക്ക് എത്തുന്ന സമയത്ത് സംസ്ഥാന ഭാരവാഹിയോ ദേശീയ ഭാരവാഹിയോ ആയി മാറുന്ന കാലഘട്ടം വരെ അദ്ദേഹം ആ രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാന നിയമങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുകയും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ന്യൂനത. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ സംഘർഷങ്ങൾ നടക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലാണ്. കണ്ണൂർ ITIയിൽ കഴിഞ്ഞ മാസം അരങ്ങേറിയ SFI KSU സംഘർഷം, ഷാൻവധം, TP വധം, കാസർഗോഡ് CBI അന്വേഷിച്ച ശരത് ലാൽ കൃപേഷ് വധം, ഇങ്ങനെ തുടങ്ങി യുവാക്കളെ സംഘർഷത്തിനും മതങ്ങളുടെ പേരിലുള്ള അടികൾക്കും വേണ്ടി മുഖ്യധാര ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികളിലുള്ള ഉന്നതരായ ആളുകൾ ഇടപെടുന്നതോടുകൂടിയാണ് ഈ വിഷയത്തിന് പ്രസക്തിയേറുന്നത്. യുവാക്കൾ യൗവനം അവർ തളച്ചിടുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയാണ്. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയ കാര്യം, രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണത്തിനും അതിനാവശ്യമായ സാമുദായിക, സാംസ്കാരിക ഇടപെടലുകൾക്കും വേണ്ടിയാണ്. അതിൽ നിന്നും വ്യതിചലിക്കുന്ന സമയത്താണ് ഈ യൗവനത്തെ നഷ്ടപ്പെടുന്നു എന്ന തരത്തിലുള്ള ചിന്താഗതികൾ ഉടലെടുക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സാംസ്കാരിക മൂല്യങ്ങളും വിദ്യാഭ്യാസവും ലഭിക്കുന്നതിലൂടെ അവൻ ഒരു രാഷ്ട്രീയ പൗരനായി, രാഷ്ട്രീയ ബോധമുള്ള ഒരു പൗരനായി മാറുന്നു എന്നതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. 14 വയസ്സ് മുതൽ അവൻ്റെ യൗവനം രാഷ്ട്രത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമയത്ത് അവൻ ആ സമൂഹത്തോടുള്ള വ്യക്തിപരമായ ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളതാണ്. ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കുടിയേറ്റമാണ്. UK-യിലേക്കും അമേരിക്കയിലേക്കും ലണ്ടനിലേക്കും അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ പൗരസ്ത്യ രാഷ്ട്രങ്ങളിലേക്ക് വ്യക്തികൾ കുടിയേറുന്നതിനുള്ള കാരണം യുവാക്കൾക്ക് രാഷ്ട്രീയ ബോധം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അരാഷ്ട്രീയവാദവും ഉടലെടുക്കുന്നു എന്നുള്ളതാണ്. സംഘർഷപരമായ ഇടപെടൽ നടത്തുന്നത്, കൊലപാതക രാഷ്ട്രീയത്തിന് സാഹചര്യം ഒരുക്കുന്നത്, പെരിയ ഇരട്ട കൊലപാതക കേസിൽ നമ്മളത് കണ്ടതാണ്. അതിനാവശ്യമായ രാഷ്ട്രീയ മുതലാളിമാരുടെ ഇടപെടലുകളും സാമ്പത്തികപരമായ ലാഭങ്ങളും നൽകുന്നത്, അതിനുവേണ്ടി അപ്പീലുകൾക്കും ഫയലുകൾക്കും വേണ്ടി സർക്കാരിൻ്റെ ധനം ഉപയോഗിക്കുന്നത്, ഇത് അരാഷ്ട്രീയതയിലേക്ക് നയിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ ഏറ്റവും പ്രധാന ഭവിഷ്യത്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുടിയേറ്റം.
വ്യത്യസ്തമായ പൗരത്വ ദേശങ്ങൾ രാഷ്ട്രീയ ഭാവിയിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് ലിബറലിസം കടന്നുകൂടുകയും അതും യുവാക്കൾക്ക് വീണ്ടും ഒരു പാരയായി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇതിനെല്ലാമുള്ള ചിന്ത ആദ്യമായി ഉടലെടുക്കേണ്ടത് സംസ്ഥാന ദേശീയ ഭാരവാഹികളാണ്. അത് വയസ്സൻ ചിന്താഗതിക്കാരാവുമ്പോഴാണ് നമ്മൾ ഭരണഘടനയിൽ നിന്ന് വിമുക്തമാകുന്നത്, ഭരണഘടന അനുശാസിക്കുന്ന രാഷ്ട്രീയ പ്രേരിത ലക്ഷ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നുള്ള ഒരു ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത് എന്ന് ഈ വൈകിയ വേളയിൽ ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു